ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ പോകുന്നിടം വരെ എങ്ങനെയാണ് വെപ്രാളപ്പെടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ചൂടാക്കി വെച്ചു, ദോശയ്ക്കുള്ള മാവെടുത്ത് വെച്ചു, മീൻ ചൂര മീനായിരുന്നു, പിന്നെ കോവയ്ക്ക് മെഴുക്ക് പുരട്ടാനുള്ള വെച്ചു ഗൈസ്. പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുള്ളതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം പുരട്ടി നല്ല കണക്ക് മീൻ നല്ല കണക്ക് അതിൻ്റെ അകത്ത് അരപ്പ് പെരളത്തക്ക രീതിയിൽ ഞാൻ സെറ്റാക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റേ മീൻ പൊരിക്കത്തുള്ളൂ ഗൈസ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി. പിന്നെ ദോശ പാൻ വെച്ചു, ദോശ ചുടാനുള്ള മാവെടുത്ത് അരമണിക്കൂർ മുമ്പേ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ദോശ കുറേശ്ശെ ചുടുകയാണ്. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് നടക്കണമല്ലോ ഈ സമയത്തിനുള്ളിൽ. കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് മുട്ട വേണമെന്ന് പറഞ്ഞു, ദോശയും മുട്ടക്കറി എന്തെങ്കിലും ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സെറ്റാക്കുകയാണ്. പിന്നെ വീണ്ടും ദോശ ഒഴിച്ചു, അതും ചുടുകയാണ് ഗൈസ്. പിന്നെ അതിന് ശേഷം നമ്മൾ പാല് ഒഴിച്ച് ചായ ഇടാനുള്ള അടുപ്പത്തോട്ട് വെച്ച് കേട്ടോ. അപ്പോൾ അത് തിളച്ച് നമുക്ക് പാല് സെറ്റായി വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോവയ്ക്ക് സെറ്റാക്കി നമ്മൾ മെഴുക്ക് പുരട്ടാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഉള്ളിക്കറിക്കുള്ള മുട്ടക്കറിക്കുള്ള ഉള്ളിക്കറിക്കുള്ള എല്ലാ ഐറ്റംസും സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഇച്ചിരി കരിയേപ്പില വേണം എല്ലാത്തിൻ്റെയും കൂടെ. അങ്ങനെ ഞാൻ കരിയേപ്പില കുറേശ്ശെ എടുത്ത് വെച്ചു ഗൈസ്. അതിനുശേഷം ചായ തിളയ്ക്കുന്നു, ദോശ ചുടുന്നു. അങ്ങനെ ചായ തിളച്ച് നല്ല ഇണക്ക് വരെയാണ് കേട്ടോ. ഇത് ഞാൻ കോരി ആറ്റിക്കൊണ്ടിരിക്കും. ലാസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫൈനൽ ലുക്കാണേ. അങ്ങനെ സെറ്റായി വന്നു. പിന്നെ അരിപ്പെടുത്ത് അരിച്ചു. അതിനുശേഷം നമ്മൾ ദോശ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഒരു ഗ്ലാസ് ഉണ്ട് ഗൈസ്, ആ ഗ്ലാസ്സിലേക്ക് കുടിക്കത്തുള്ളൂ. അങ്ങനെ ഇക്കാക്ക് ആ ഒരു കപ്പിലോട്ട് ചായ ഒഴിച്ചു ഇക്കാക്കുള്ള ചായ കൊടുത്തു. അതിനുശേഷം നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചു കേട്ടോ. തേങ്ങ നമുക്ക് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ തേങ്ങ തിരുമ്മി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിച്ചപ്പോൾ എൻ്റെ ഗാഗ് ഫ്രൂട്ട് കാണാൻ പോയി. എൻ്റെ ഗാഗ് ഫ്രൂട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ നല്ല കണക്ക് ഇക്കായാണ് നോക്കുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണാൻ. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ചുമപ്പുണ്ട്, ഓറഞ്ചുണ്ട്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഘട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് അടുക്കളയിലെ കാര്യം ആലോചിച്ചത്. വീണ്ടും അങ്ങോട്ട് പോയി ഗൈസ്. പോയപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക് റെഡിയായി വന്നു. ചപ്പാത്തി ചുടുന്നുണ്ട്. മോനിക്ക് ചപ്പാത്തിയാണ് ടിഫിന് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ചപ്പാത്തിയും മുട്ടക്കറിയും വേണമെന്നുണ്ട്. അങ്ങനെ മുട്ടക്കറി സെറ്റായി. പിന്നെ മീൻ പൊരിക്കാനുള്ളത് അപ്പോഴത്തേക്കും എല്ലാം ഏകദേശമായി. ഞാൻ മീൻ പൊരിച്ചതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി ഇടും ഗൈസ്. അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ആ മീൻ പൊരിച്ച കഴിക്കാനായിട്ട്. കോവയ്ക്ക് നല്ലതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല മൊരിച്ചാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ മീൻ കറിക്കുള്ള തേങ്ങ നമ്മളിട്ടു. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയാണ് ഞാൻ കൂടുതലും ഇടുന്നത്. കൊച്ചുള്ളി ഇട്ടു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടു. അത് നല്ലതുപോലെ അടിച്ചെടുത്തു ഗൈസ്. അതിനുശേഷം എൻ്റെ മക്കൾക്ക് 2 പേർക്കും ലഞ്ചിനുള്ളത് ഒരുപോലെ വെച്ചു, അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. വന്ന് നിന്ന് നോക്കും എൻ്റെ മോൻ. അപ്പം അവനിക്കും അവൾക്കും ഒരുപോലെ തന്നെ ചോറ് വെച്ചിടുകയാണ് ഗൈസ്. പിന്നെ അവന് ചമ്മന്തിപ്പൊടി മതി, അവന് മറ്റേ ചമ്മന്തി ഇഷ്ടമല്ല. പിന്നെ കോവയ്ക്കയും ആ ചൂരൻ മീൻ പൊരിച്ചയും നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് 2 പേർക്കും വെച്ചു. അതിനുശേഷം നമ്മൾ 2 പേർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ പാത്രമൊക്കെ അടച്ച്. അപ്പം അതിൽ നിന്നെല്ലാം നോക്കിയാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നല്ലതുപോലെ എല്ലാമൊക്കെ അടച്ചു വെച്ചു. പിന്നെ അതിനുശേഷം അവൾക്ക് ചമ്മന്തി തേങ്ങ അരച്ച ചമ്മന്തിയാണ്. എൻ്റെ പൊന്നുമോന് ചപ്പാത്തിയും മുട്ടക്കറിയും പറഞ്ഞാൽ അത് കൊടുത്ത് വിട്ടേ പറ്റുള്ളൂ, മോളെ പോലെയല്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു ഗൈസ്. അതിനുശേഷം 2 പേർക്ക് സ്നാക്സിന് വെച്ചു. പിന്നെ മോനിക്കും ഒരുപോലെയാണ് കേട്ടോ. 2 ആപ്പിളും 2 മുസമ്പിയും കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചു. അതിനുശേഷം എല്ലാം ഒരേപോലെ തന്നെ അടച്ചു. ഇത്രയും സാധനങ്ങൾ അവർക്ക് കൊടുത്തു വിടുന്നതാണ് ഒരു ദിവസത്തേക്ക്. പിന്നെ ടിഫിനെല്ലാം എടുത്ത് വെച്ചു. അപ്പം മോൻ എനിക്ക് ടാറ്റ തന്നു കേട്ടോ. മോള് പിന്നെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല, വീഡിയോ ഒന്നും എടുക്കാൻ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇവരുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അവർ സ്കൂളിൽ പോണത്. അതിനുശേഷം ഞാൻ കുളിച്ച് റെഡിയായി സുന്ദരിയായി ഗൈസ്. ഈ ഉടുപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ഹക്കുബ വരുന്ന തുണിയുടെയാണ്. ചെറിയ സീക്വൻസ് പോലത്തെ വർക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു കെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെഡിയായി സുന്ദരിയായി. ഞാൻ ഷോപ്പിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇക്കടുത്ത് പറഞ്ഞു, ഇക്ക ഒന്ന് ഇങ്ങോട്ട് നോക്കുമോ, ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഗമ. അങ്ങനെ ഗേറ്റ് അടയ്ക്കുക, ഇക്ക എൻ്റെ വന്ന് അടയ്ക്കണം ഗേറ്റ്. ഇക്കാക്ക് എന്നാലൊരു സമാധാനമുള്ളൂ. അങ്ങനെ ഗമയിട്ട് വന്നു. ഇതാണ് ഞങ്ങൾ 2 പേരും കൂടി നിന്നിട്ടുള്ള ലുക്ക്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിൽ കയറി പോയി ഗൈസ്. ഷോപ്പിലോട്ട് പോകേണ്ട. ബൈ.